എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? തെരഞ്ഞെടുപ്പിൽ LDFന് എന്തുകൊണ്ട് പരാജയം സംഭവിച്ചു എന്നുള്ളത് നമ്മളൊക്കെ നന്നായിട്ട് കൃത്യമായിട്ട് കണക്ക് കൂട്ടി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പാർട്ടി CPM. സാക്ഷരത നേടിയപ്പോൾ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എൻ്റെ സംശയം. അതിലാർക്കാണ് സംശയമുള്ളത്? പക്ഷേ അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട് അത് സമ്മതിക്കാൻ. പണ്ടൊക്കെ CPMൻ്റെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിയുമ്പോഴേ അവർ കുറേ കണക്ക് പറയും, ന്യായീകരിക്കും. പക്ഷേ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുമായിരുന്നു. നമ്മളോട് പറഞ്ഞെങ്കിലും പാർട്ടി കേഡറുകളോടെങ്കിലും പറയുമായിരുന്നു. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എങ്ങനെ സമാധാനമായിരിക്കും? ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ജനവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പ് ഒട്ടുമേ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ മാഷ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന് ഈ പാർട്ടി സമ്മതിക്കുകയാണെങ്കിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ രീതിയിലൊരു നിഗമനത്തിലേക്ക്, നിരീക്ഷണത്തിലേക്ക് എത്തുകയാണെങ്കിൽ ആ വിരൽ ചൂണ്ടപ്പെടുന്നത് എവിടേക്കാണ് വിനു? അത് പിണറായി വിജയനിലേക്കാണ്. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. പിണറായി വിജയൻ അത് ആഗ്രഹിക്കുന്നില്ല. പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്തുതിപാഠകർ, ഇപ്പോഴീ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നവർ, നമ്മുടെ ഗോവിന്ദൻ മാഷ് അടക്കം, ഇവരാരെയും മാറ്റി നിർത്താൻ പറ്റില്ല. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിഷയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണം. അവരാരും ഇന്നത്തെ ഈ ദിവസം പോലും അവരുടെ ചരിത്രത്തിലെ ഒരുപക്ഷേ നിയമസഭകളിലും പാർലമെൻറ്റിലൊക്കെ വലിയ തോൽവികൾ ഉണ്ടായിട്ടുണ്ട്. 2010 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും പരാജയം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നമ്മളിവിടെ പറഞ്ഞതുപോലെ മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടി കാത്തുകെട്ടി കിടക്കുന്ന സമയത്താണ് അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുന്ന ഒരു പാർട്ടി ഇതുപോലെ പരാജയപ്പെടുമ്പോൾ CPIക്ക് മനസ്സിലാകുന്നുണ്ടത് ഭരണവിരുദ്ധ വികാരമാണ്. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. മറ്റു പാർട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ട്. CPMന് മാത്രം എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയന്റെ നേർക്ക് വിരൽ ചൂണ്ടുന്നതാവും എന്നുള്ളത് കൊണ്ട്. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. അതായത് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് വാദിച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേ ഗോവിന്ദൻ മാഷ് മറ്റൊന്നുകൂടി പറയേണ്ടി വരുന്നു. അതായത് ഈ ശബരിമല സ്വർണ്ണ കവർച്ച ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ലെന്ന്, അല്ലെങ്കിൽ വോട്ടിനെ ബാധിച്ചിട്ടില്ല എന്നൊക്കെ അദ്ദേഹത്തിന് പറയേണ്ടി വരികയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിലെ LDFന്റെ പരാജയത്തിൻ്റെ കാരണമായ വിഷയങ്ങൾ മുഴുവൻ പിണറായി വിജയനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. ഇന്നത്തെ CPM എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ. അത് ഒരു മുതലാളിത്ത കൂട്ടുകെട്ടുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനമാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പിണറായി വിജയൻ നടത്തിയ സംസ്ഥാന യാത്രകൾ നവകേരള യാത്ര അല്ലെങ്കിൽ നവോത്ഥാന യാത്ര, അതിൻ്റെയൊക്കെ പ്രഭാതങ്ങളിൽ അദ്ദേഹം നടത്തിയിരുന്ന പ്രഭാത ഭക്ഷണവും ഒത്തുള്ള ഒരു കൂടിച്ചേരലുകൾ ആരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? മറന്നിട്ടൊന്നുമില്ല. അയ്യോ, എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ലേ. എത്ര പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കുമായിരുന്നു അവിടെ പ്രവേശനം. കേരളത്തിലെ മുഴുവൻ സമ്പന്നരാണ് അത്തരം യോഗങ്ങളിൽ വന്നിരുന്നത്. പാർട്ടിയുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രധാന ജോലി എന്തായിരുന്നു? പിണറായി വിജയനെ ന്യായീകരിക്കുക എന്നുള്ളതായിരുന്നു. പിണറായി വിജയന്റെ കുടുംബത്തെ ന്യായീകരിക്കുക എന്നുള്ളതായിരുന്നു. നമുക്ക് എല്ലാറ്റിലും വലുത് പാർട്ടിയാണ്. എല്ലാറ്റിലും വലുത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഉണ്ടാക്കിയതാണ് പാർട്ടി. ഗോവിന്ദൻ മാഷ് തന്നെ എക്സാലോജിക്കിന്റെ വിഷയം വന്നപ്പോൾ നമുക്കറിയാം, പിണറായി വിജയന്റെ മകള് നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. ഒരു കരിമണൽ കമ്പനിയുമായി നടത്തിയ ഏർപ്പാടുകൾ, അതിൽ കൊടുക്കാത്ത സേവനത്തെ 1.78 കോടി രൂപ വാങ്ങിച്ചത് നമ്മുടെ ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞത്? ഇതുപോലെ വന്ന് ചിരിച്ചുകൊണ്ടിരുന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് 2 പാർട്ടികൾ തമ്മിലുള്ള ഏർപ്പാടാ, കച്ചവടമാണെന്ന്. അതിനെന്താ, നമുക്കെന്താ, പാർട്ടിക്ക് എന്താ വിഷയമെന്ന്. അതുതന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കമ്പനി നടത്തരുതെന്ന് വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ന്യായീകരിച്ചത് നമ്മൾ മറന്നിട്ടില്ല. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെയാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ജനങ്ങളുടേതായിട്ട് വരുന്നത്. മക്കളുടെ രാഷ്ട്രീയത്തിന് അറുതി വരുത്തണം. ഇതിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് അവർ ഒരു കാരണവശാലും ചെന്നെത്തും എന്നെനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇത് പിണറായി വിജയൻ്റെ തെറ്റുകൾ, പിണറായി വിജയൻ്റെ പ്രവൃത്തികൾ, അതിനെതിരെ ചോദ്യം ചെയ്യാൻ പറ്റുന്നൊരു ശക്തി
CPM-നുള്ളിൽ ഉയർന്നു വരുന്നില്ലെങ്കിൽ ശശി പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. നമുക്കറിയാമല്ലോ, പാർട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്, മുഴുവൻ പാർട്ടി, സംസ്ഥാന പാർട്ടി മാത്രമല്ല. നമുക്കൊരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉണ്ട്, MA ബേബി, നല്ല ആളാണ്. എനിക്ക് അദ്ദേഹത്തോട് വളരെ സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ നമ്മൾ ഈ പാർട്ടിയുടെ പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. ഈ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പോലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പരാജയം, ആ പരാജയം എങ്ങനെയാണ് സമ്മതിക്കുക? നമ്മുടെ ഓർമ്മയുണ്ടാവണം, കഴിഞ്ഞ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ എത്ര സീറ്റാണ് കിട്ടിയത്? LDFന് എത്ര സീറ്റ് കിട്ടി? എന്തായിരുന്നു ഇതിന്റെ റിസൾട്ട് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. സാറിനെ ഇൻസൾട്ട് ചെയ്താ നമുക്ക് വളരെ വിഷമമാണ്. അന്ന് പോലും ആ ഗവൺമെന്റിനെ സംഭവിച്ച തെറ്റുകൾ തിരുത്താൻ തയ്യാറായില്ല. ഈ CPM-ന്റെ ഇപ്പോഴത്തെ CPM-ല് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിലയിരുത്തൽ ഉണ്ടാകുമെന്നോ, ഉണ്ടായാൽ തന്നെ അത് കേരളത്തിലെ ജനങ്ങളോട് പറയുമെന്നോ, തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്, അല്ലെങ്കിൽ പാർട്ടി കേഡറുകളോട് പറയുമെന്നോ നമ്മൾ വിചാരിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം പിണറായി വിജയനാണ് അവിടെ ഇരിക്കുന്നത്. എന്നെ സംശയിക്കരുത്. പിണറായി വിജയന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള യാതൊരു വിശകലനവും യാതൊരു കണക്കും അതിന് CPM-ൽ ചെലവാകുകയില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ എന്താ അപരാധം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? കഴിഞ്ഞ 6 മാസമായി ഞാൻ ഈ തേജോവധം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് PR വർക്ക് കൊണ്ട് എല്ലാറ്റിനെയും മറികടക്കാമെന്ന് കരുതിയതാ. അവിടെയാണ് തെറ്റുപറ്റിയത്. എന്താ ആ പ്രതീക്ഷയും തകർന്നു. നമുക്കറിയാമല്ലോ, PM ശ്രീ പോലെയൊക്കെയുള്ള പദ്ധതികൾ അവസാനം എന്താണ് സംഭവിച്ചത്? PM ശ്രീ പദ്ധതിയിൽ BJP ആവശ്യപ്പെട്ടതനുസരിച്ച് കരാർ ഒപ്പുവെക്കേണ്ടി വന്നപ്പോൾ അതിനെക്കുറിച്ച് ഈ പാർട്ടി ചർച്ച ചെയ്തോ? സ്റ്റേറ്റ് കമ്മിറ്റി ചർച്ച ചെയ്തോ? കേന്ദ്ര കമ്മിറ്റി കൂടി, പിന്നീട് പോളിറ്റ് ബ്യൂറോ കൂടി. ഈ 2 സമ്മേളനങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നിലപാട് എന്താണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? അതിന് തന്നാരും വിളിച്ചില്ല. അവസാനം എന്താ സംഭവിച്ചത്? ഒരു മന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ജോൺ ബ്രിട്ടാസ്, അദ്ദേഹമാണ് ഇതിന് പാലമായിട്ട് നിന്നത്. BJP-യും CPM തമ്മിലുള്ള ഏർപ്പാടിന് പാലമായിട്ട് നിന്നുവെന്ന് പറയുകയാണ്. ജോൺ ബ്രിട്ടാസ് ഒരു അഭിമാനമായിട്ടാണ് എടുത്തത്. ലണ്ടൻ ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്ന പോലെ ബ്രിട്ടാസ് ബ്രിഡ്ജ് എന്നൊരു പ്രയോഗം തന്നെ എല്ലായിടത്തും ഉണ്ടായല്ലോ. ബ്രിട്ടാസ് പാലമെന്നോ ബ്രിട്ടാസ് ബ്രിഡ്ജ് എന്നൊക്കെ പറയാം. ഞാൻ പറഞ്ഞത് പിണറായി വിജയനാണ് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിണറായി വിജയനാണ് ഭരണത്തെ കൊണ്ടുപോകുന്നത്. പിണറായി വിജയൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഞാൻ ഇന്നലെ നമ്മൾ ഈ റിസൾട്ടിൻ്റെ ദിവസം ചാനലുകൾ കാണുന്നു. ഇന്ന് മനോരമ, മാതൃഭൂമി, ഇന്ത്യൻ എക്സ്പ്രസ് പോലൊരു പത്രം കാണുന്നു. സത്യമായിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് UDF ജയിച്ചതെന്നാണ്, UDF-നാണ് നേട്ടം ഉണ്ടാക്കിയെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഗോവിന്ദൻ മാഷിൻ്റെ പത്രസമ്മേളനം കണ്ടോടെ ആകെ കൺഫ്യൂഷനായി. ആരാണ് ജയിച്ചത്? CPM ആണോ, LDF ആണോ, കോൺഗ്രസ് ആണോ, UDF ആണോ? ഈ ഒരു തർക്കത്തെ എത്തിച്ചിരിക്കുകയാണ്. കാരണം ഇതറിയാഞ്ഞിട്ടല്ല, ഇത് അറിയില്ല അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് ഭാവിക്കുകയാണ്, അല്ലെങ്കിൽ കണക്ക് പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ നോക്കാം. ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.